സംഗീതജ്ഞനായ ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കോഴിക്കോട്ടെ പ്രശസ്തനായ ഡോക്ടർ ടി പി മെഹറൂഫ് രാജിന്റെ നേതൃത്വത്തിൽ സംഗീതജ്ഞരായ സ്വകുടുംബാംഗങ്ങളും ഒന്നിച്ച് ആർട്ട് ഇൻ മെഡിസിൻ എന്ന സംഗീതാവിഷ്കാരമൊരുക്കി ആതുര സേവനത്തിന്റെ വേറിട്ട മാതൃക തീർക്കുന്നു. വാക്കിലും നോക്കിലും എന്തിന് രോഗീ പരിചരണത്തിലും വരെ സംഗീതത്തിന്റെ ശ്രുതിയും താളവും അലിയിച്ചു ചേർത്ത സംഗീതജ്ഞനായ ഒരു വൈദ്യശാസ്ത്രജ്ഞൻ. കോഴിക്കോട്ടുകാർക്ക് അതാണ് ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്. പലപ്പോഴും രോഗികൾക്ക് മരുന്ന് കുറിക്കുന്ന ഒരു യന്ത്രമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഡോക്ടർമാർ. നമ്മൾ സംസാരിക്കുന്നത് ആരോഗ്യത്തെക്കുറിച്ചാണ്. പാട്ടു നിർത്തിയൊരിടവേളയിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ആതുര സേവന രംഗത്ത് ഒരു ഡോക്ടർ എന്നതിലുപരി ഒരു നല്ല മനുഷ്യജീവിയായി സഹജീവി സ്നേഹത്തിന്റെയും ഒരു ഉത്തമ മാതൃകയായി മാറുകയാണ് പ്രശസ്തനായ ഡോക്ടർ മെഹറൂഫ് രാജ് ഇവിടെ. അദ്ദേഹം ഇന്ന് കോഴിക്കോട് ഹോം ഓഫ് ലവ് എന്ന സ്നേഹാലയത്തിൽ ഒരു സംഗീതാർച്ചനയുമായി എത്തിയിരിക്കുകയാണ്. തീർച്ചയായും വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിൻ്റെയും ഒരു തിരിച്ചറിവിൻ്റെയും ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെയും ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സങ്കല്പം പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു സംഗീത മേഖലയിൽ വിന്യസിപ്പിക്കപ്പെട്ട ഒരു മനസ്സിൻ്റെ ഉടമയാണ്. വളരെ ചെറുപ്പം മുതലേ സംഗീതം അഭ്യസിക്കുകയും സംഗീതം ശാസ്ത്രീയമായിട്ട് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം ഗുരുമുഖത്ത് കേട്ട് പഠിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ഈ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന വിധ്വംസക പ്രവർത്തനങ്ങളും കാലുഷ്യവും കലാപവും കലഹങ്ങളും ആക്രോശങ്ങളും ഗർജനങ്ങളും ഒക്കെ തന്നെ മനസ്സിനകത്തെ സംഗീതം നഷ്ടപ്പെട്ടവരുടെ വകയായിട്ടുള്ള ചില സംഭാവനകളാണ്. അപ്പോൾ മൊത്തം സമൂഹത്തിൽ നിന്നും ഈ സംഗീതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരാൾ ഈ ആസ്പത്രിയിലെത്തുമ്പോൾ ആസ്പത്രിയിലെത്തുമ്പോൾ രോഗിയായിട്ട് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ധാരാളം മാനസിക പ്രശ്നങ്ങളുണ്ടാവും. വിഷാദമുണ്ടാവും, സംഘർഷമുണ്ടാകും, വിരസതയുണ്ടാകും, ഉത്കണ്ഠയുണ്ടാവും, ആകാംക്ഷയുണ്ടാവും, ഇങ്ങനെ ധാരാളം. അതിൻ്റെയൊക്കെ പുറത്തുള്ള ലോകത്തുള്ള സാധാരണക്കാർ ഒരു കാണുന്ന മാത്രയിൽ രോഗിയെല്ലാം തോന്നുന്ന ആളുകൾക്ക് പോലും ആരോഗ്യകരമായൊരു മനസ്സില്ല. ആരോഗ്യകരമായ മനസ്സ് ഈ പരക്കം പാച്ചിലിൽ, ഈ ഭ്രാന്തമായ അലച്ചിലിൽ, ഈ പണത്തിൻ്റെ പുറകുള്ള ഈ തരത്തിലുള്ള പാച്ചിലിലൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഹാർമണി നഷ്ടപ്പെടുന്ന മനുഷ്യരാണ് സമകാലിക ലോകത്തെ കൂടുതൽ അപകടകരമായ ഒരു വാസസ്ഥലമാക്കി മാറ്റുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഹാർമണി തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ആരോഗ്യ പ്രവർത്തനം നിലക്കുള്ള എൻ്റെ പ്രവർത്തനത്തെ മറ്റുള്ളവർ കാണേണ്ടത് എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന എന്നുള്ളതാണ്. ഇപ്പം ഞാനത് സംഗീത പരിപാടി നടത്തുമ്പോൾ അത് ഏകപക്ഷീയമായി സംഗീതം ഇങ്ങനെ മനസ്സിൽ കൊടുക്കുകയല്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ഓഡിയൻസിനെ, അത് കേൾവിക്കാരൻ്റെ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് കേൾവിക്കാർ ആ മൂഡിലേക്ക് വരികയും അവരും ഈ സംഗീത പ്രകടനം പൂർത്തിയാവണമെങ്കിൽ ദാതാവും സ്വീകർത്താവും ഒരേപോലെ നേർക്കുന്നവർ വരണം. അങ്ങനെ ദാതാവിൽ നിന്ന് സ്വീകർത്താവിലേക്കും സ്വീകർത്താവിൽ നിന്ന് ദാതാവിലേക്കും ചില ആദാന പ്രധാന പ്രക്രിയകൾ നടക്കുന്ന ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് ഇതിൽ സ്വീകർത്താവിന് പോലും വളരെ സക്രിയമായിട്ടുള്ള ഒരു ഭാഗം ഇതിൽ വഹിക്കാനുണ്ട്. വളരെ പെട്ടെന്ന് സ്വീകർത്താവിനെ ദാതാവിൻ്റെ മാനസികാവസ്ഥയിലേക്കും സംഗീതത്തിൻ്റെ ചില ശ്രുതിയിലെ ലാസ്യ ലാവണ്യങ്ങളിലേക്കും എത്തിക്കുകയാണ് ഇതിൻ്റെ ഒരു രീതി. അങ്ങനെ ഈ 1.5 മണിക്കൂർ പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ സത്യത്തിൽ അവർക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും എന്നാണ് ഞാൻ ന്യായം വിശ്വസിക്കുന്നത്. ജൂലൈ 15 അദ്ദേഹത്തിന്റെ പ്രിയപത്നിയുടെ ഓർമ്മ ദിവസം കുടുംബസമേതം ചെലവഴിക്കാനെത്തിയത് കോഴിക്കോട്ടെ ഹോം ഓഫ് ലവ് എന്ന വൃദ്ധസദനത്തിൽ. ആർട്ട് ഇൻ മെഡിസിൻ എന്ന തന്റെ വിപ്ലവകരമായ നൂതനാശയത്തിന്റെ പ്രചാരണാർത്ഥം സംഗീതത്തിലൂടെ ഇവിടുത്തെ അന്തേവാസികൾക്ക് സാന്ത്വനം നൽകാനെത്തിയതാണ് അദ്ദേഹം. ബഹളമയമായ ആസുര സംഗീതം ശ്രവിച്ച് ശ്വാസം മുട്ടിപ്പോകുന്ന യുവതലമുറക്ക് ശുദ്ധസംഗീതത്തിന്റെ രാഗവും ശ്രുതിയും പരിചയപ്പെടുത്തിയുള്ള ആതുര സേവനത്തിന്റെ അനന്ത സാധ്യതകൾ പകർന്നു നൽകുകയാണ് അദ്ദേഹം. ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ട മനുഷ്യ മനസ്സിന് സംഗീതമടക്കമുള്ള വിവിധ കലാരൂപങ്ങളുടെ സമ്മിശ്ര പ്രകടനത്തിലൂടെ സാന്ത്വനം നൽകി മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിലൂടെ രോഗവിമുക്തി സാധ്യമാക്കുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ആർട്ട് ആൻഡ് മെഡിസിൻ ചീഫ് കോർഡിനേറ്റർ കൂടിയായ റിട്ടയർഡ് ഫെഡറൽ ബാങ്ക് AGM പി രമേശിന്റെ വാക്കുകളിലേക്ക്. ആർട്ട് ആൻഡ് മെഡിസിൻ്റെ 12ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് ഹോം ഓഫ് ലവിൽ ചെയ്തത്. ഈ മാനസിക സംഘർഷം ലഘൂകരിക്കപ്പെട്ടാൽ ചികിത്സ 50% ഫലിച്ചു എന്ന ലളിതമായ ആശയത്തിൽ നിന്നാണ് ഈ ഒരു പദ്ധതി ഉടലെടുത്തത്. 44 വർഷത്തെ സംഗീത പരിചയവും 35 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എക്സ്പീരിയൻസ് ഡോക്ടർ മെഹറൂഫ് രാജിൻ്റെ, ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സംഗീത പരിപാടികൾ ചെയ്തു തുടങ്ങിയത്. സമ്പന്നന് അവന് റിലാക്സ് ചെയ്യാനുള്ള 100,000 മാർഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മാർജിനലൈസ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് അല്ല അവർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ആസ്വാദനം അല്ല ഒരു സംഘർഷം ലഘൂകരിക്കാനുള്ള അവസരങ്ങളും അതിനുള്ള സന്ദർഭങ്ങളും കുറയാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡിസ്ട്രിക്ട് ജയിലിൽ, പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ, പിന്നെ ഡിസ്ട്രിക്ട് പൂർ ഹോം
പൂർ ഹോമിലൊക്കെ ഞങ്ങൾ ചെയ്ത സമയത്ത് ഞങ്ങളുടെ അനുഭവം സത്യം പറഞ്ഞാൽ കരൾ അലിയിക്കുന്ന അനുഭവങ്ങളായിരുന്നു. പക്ഷേ മ്യൂസിക്കിൻ്റെ അലകും പിടിമാറി മെറ്റലിക് മ്യൂസിക് ആവുകയും ഭയങ്കര ഒരു ഹൈ വോൾട്ടേജ് മ്യൂസിക് വെച്ചുകൊണ്ട് കാറിൽ സഞ്ചരിച്ചാൽ തന്നെ അയാളെ BP കൂടുക, ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പണ്ടത്തെ പാട്ടിൽ ഏത് ഭാഷ എടുത്താലും, ഹിന്ദി എടുത്താലും തമിഴ് എടുത്താലും മലയാളം, വളരെ അർത്ഥസമ്പുഷ്ടമായ വരികൾ, അർത്ഥസമ്പുഷ്ടമായ സംഗീതം, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള സംഗീതം, അതിനെ തക്കവണ്ണുള്ള ആലാപനം, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതിലേക്കൊരു തിരിച്ചുപോക്ക്. മനുഷ്യനൊരു പാട്ട് കേൾക്കുമ്പോൾ അയാളുടെ ജീവിതാനുഭവങ്ങളൊക്കെ തേട്ടി വരും അയാളെ. അപ്പോൾ അതുകൊണ്ട് അയാൾക്കൊരു മനസ്സിനൊരു ആസ്വാദനം കിട്ടുന്നു, സാന്ത്വനം കിട്ടുന്നു. ഇതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെറും കെമിക്കലായുള്ള കുറേ ഇഞ്ചക്ഷൻ അടിച്ചുകൊണ്ടോ കുറേ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തുകൊണ്ടോ രോഗം മാറാൻ സാധ്യതയില്ല. നേരെ മറിച്ച് അയാളെ മനസ്സിനെ നമ്മൾ ആദ്യം സാന്ത്വനിപ്പിക്കേണ്ടത്. സ്വാന്തനിപ്പിച്ചൊരു മനസ്സ്, സ്വാതന്ത്ര്യം കിട്ടിയൊരു മനസ്സിന് ഈ ചികിത്സ, ഏത് തരത്തിലുള്ള ചികിത്സയായാലും അത് കൂടുതൽ ഫലപ്രദമാകുമെന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട്. വെച്ചാൽ പല ആൾക്കാരും കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പൂർവ്വം പോയ സമയത്ത് ഒരു സ്ത്രീ 10 ലക്ഷങ്ങൾ ആസ്തിയുള്ളൊരു സ്ത്രീ ഡെസേർട്ടറായിട്ട് ആ വീട്ടിലൊന്ന് താമസിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടി, മക്കളെ വളരെ നന്ദി, ഇനിയും വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് പിരിഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പ്രചോദനം കിട്ടുകയാണ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യാനുള്ള പ്രചോദനം എവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസാണ്. ചികിത്സാ മേഖലയിലും ആരോഗ്യ പരിപാലന മേഖലയിലും മരുന്നിനും കൗൺസിലിംഗിനും പുറമെ മനസ്സംഘർഷം കുറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഗീതവും ചിത്രകലയും സമന്വയിപ്പിച്ച് രൂപകൽപ്പന ചെയ്തതാണ് ആർട്ട് ആൻഡ് മെഡിസിൻ എന്ന സംരംഭം. ഇതിലൂടെ രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശരീരത്തിന്റെ രാസത്വരിത വേഗങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നു. പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ ഗുരുമുഖത്തു നിന്നും നേരിട്ട് സംഗീതം അഭ്യസിച്ചിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ ഡോക്ടർ TP മെഹറൂഫ് രാജ് മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി സാധാരണ സംഗീത പരിപാടികളെപ്പോലെ സദസ്സിനെ വെറും കാഴ്ചക്കാരും കേൾവിക്കാരുമാക്കി മാറ്റി തീർക്കുകയല്ല, മറിച്ച് പൂർണ്ണമായും അനുവാചകരെ സംഗീതത്തിന്റെ മായിക ലോകത്തേക്ക് ലയിപ്പിച്ച് ചേർക്കുകയാണ് ആർട്ട് ആൻഡ് മെഡിസിനിലൂടെ അദ്ദേഹം. വർത്തമാനകാല സമൂഹത്തിൽ രോഗിയെ കൃത്രിമ മരുന്നുകൾ കുത്തിവെച്ച് നിത്യരോഗിയാക്കി മാറ്റുകയാണ്. എന്നാൽ അതിനപ്പുറം ജീവിതശൈലി രോഗങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്ന ആധുനിക മനുഷ്യരെ അവരുടെ മാനസിക സമ്മർദ്ദം വലിയ തോതിൽ സംഗീതത്തിലൂടെ കുറച്ചു കൊണ്ടുവന്ന് സംഗീതത്തിലൂടെ സാന്ത്വനം നൽകുക എന്ന പുത്തൻ മാതൃക യുവതലമുറക്ക് പകർന്നു നൽകുകയാണ് ഇവിടെ. ആതുരാലയങ്ങൾ അറിവുശാലകളായി മാറുന്ന ഇക്കാലത്ത് മനുഷ്യബന്ധങ്ങളുടെ സഹജീവി സ്നേഹത്തിന്റെ ജീവശാസ്ത്രമറിയുന്ന ഒരു ഡോക്ടർ, അതാണ് ഡോക്ടർ TP മെഹറൂഫ് രാജ്. ഒരു ഡോക്ടർ എന്നതിലുപരി മനുഷ്യസ്നേഹി കൂടിയായ ഡോക്ടർ മെഹറൂഫ് രാജിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഹോം ഓഫ് ലവ് എന്ന സ്നേഹാലയത്തിൽ അദ്ദേഹം അഗതികൾക്കായി ഒരു സംഗീതാർച്ചന ഒരുക്കി. കോഴിക്കോട് ഹോം ഓഫ് ലവിൽ നിന്നും ക്യാമറമാൻ വിഷ്ണു പ്രസാദിനോടൊപ്പം റിപ്പോർട്ടർ AK മെഹറൂഫ്.